തൃശൂർ പൂരം കലക്കൽ വിവാദത്തിൽ ത്രിതല അന്വേഷണ സംഘത്തിന്റെ മുന്നിൽ മൊഴി നൽകി വി.എസ്. സുനിൽകുമാർ. തനിക്ക് അറിയാവുന്ന എല്ലാ വിവരങ്ങളും നൽകിയെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ബി.ജെ.പി. ആർ.എസ്.എസ്. നേതാക്കളുടെ പങ്കിനെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കാരണം കഴിഞ്ഞ തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതിൻ്റെ പിന്നിൽ വളരെ വ്യക്തമായ രാഷ്ട്രീയ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. അതിൻ്റെ പിന്നിൽ ആർ.എസ്.എസും ബി.ജെ.പിയും ആണ് എന്ന കാര്യത്തിൽ സംശയമില്ലാത്ത സ്ഥാനാർത്ഥി അടക്കമുള്ള ആളുകൾക്ക് വേണ്ടി ബി.ജെ.പി. സ്ഥാനാർത്ഥിക്ക് വേണ്ടി നടത്തിയ ഏറ്റവും ഹീനമായ ഒരു നാടകമായിരുന്നു, അല്ലെങ്കിൽ ഒരു സംഭവമായിരുന്നു തൃശ്ശൂർ പൂരത്തിൻ്റെ വൈകുന്നേരത്തെ പൂരം അലങ്കോലപ്പെടുത്താൻ നടത്തിയ ശ്രമം. അതിലൊരു കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത്, ഈ കാര്യങ്ങൾ വ്യക്തമായി തെളിയണമെങ്കിൽ പോലീസും കൂടെ വിചാരിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സുരേഷ് ഗോപി ആംബുലൻസിൽ കയറിയതും ആംബുലൻസിൽ കയറി വന്നതും അവിടെ ഉണ്ടായ സംഭവവികാസങ്ങളെല്ലാം പോലീസിൻ്റെ CCTV ക്യാമറയിൽ ഉള്ള കാര്യങ്ങളാണ്. തൃശ്ശൂർ റൗണ്ടും പരിസര പ്രദേശങ്ങൾ പൂർണ്ണമായിട്ടും CCTVയുടെ സർവൈലൻസിലുള്ള സമയമാണ്. പൂരം നടക്കുന്ന ദിവസം പ്രത്യേകിച്ചും അത് അവരുടെ കൈകളിലുണ്ട്. അതോടൊപ്പം ഈ പൂരം അലങ്കോലപ്പെട്ട സന്ദർഭത്തിൽ ആ സ്ഥലത്ത് നടന്ന സംഭവങ്ങളും CCTVയിൽ പൂർണ്ണമായിട്ടും റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. അതിനുശേഷം ഇവിടുത്തെ ജില്ലാ ഭരണകൂടവും തമ്മിൽ നടന്ന ചർച്ചയുടെ മുമ്പ് ആർ.എസ്.എസ്. നേതാക്കന്മാരായിട്ടുള്ള തില്ലങ്കേരി അടക്കമുള്ള ആളുകൾ അന്ന് നടത്തിയ പടിഞ്ഞാറൻ നടയിലൂടെ മുദ്രാവാക്യം വിളിച്ച് ജാഥയായിട്ട് വന്ന സന്ദർഭവും അതിനകത്ത് തള്ളിക്കയറാൻ നടത്തിയ ശ്രമങ്ങളും ശ്രീമൂലസ്ഥാനത്ത് അവർ നടത്തിയ നാമജപ പരിപാടികളും അടക്കമുള്ള നിരവധി സംഭവങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. അതാരും പുറത്തു വന്നിട്ടുള്ള കാര്യങ്ങളല്ല. അതിൻ്റെ എല്ലാ CCTV ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസിൽ പരാതി കൊടുത്തപ്പോൾ, വിവരാവകാശ പ്രകാരം കൊടുത്തപ്പോൾ ആ ദൃശ്യങ്ങളൊന്നും തന്നെ പബ്ലിക്കിന് തരാൻ കഴിയില്ല എന്നാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത്.